കുഴപ്പമില്ല. വിനീതിന്റെ പ്രതീക്ഷിച്ച പോലെ വന്ന പടം സെയിം സ്റ്റോറിയാണ്, ടൈപ്പ് ഓഫ് തിര. ആക്ഷനും ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? കൊറിയോഗ്രാഫി അടിപൊളി, ഫൈറ്റ് കൊറിയോഗ്രാഫി അടിപൊളി, അടിപൊളി. മ്യൂസിക് കൊള്ളായിരുന്നു. പക്ഷേ പടം തിര പോലെ തന്നെ ആ ഒരു സെയിം കോൺസെപ്റ്റ്. പടം എങ്ങനെയുണ്ടായിരുന്നു? കണ്ടിരിക്കാം. വിനീതിന്റെ ഒരു പ്രതീക്ഷ ലെവലെത്തിയ പടം ത്രില്ലറാണ്. ആക്ഷനും ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാം ഓക്കെയാണ്. എല്ലാം ഓക്കെയാണ്. പടം എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല. ഒരു വിനീത് ശ്രീനിവാസന്റെ വ്യത്യസ്തമായ പുള്ളിയുടെ റേഞ്ച് മാറ്റി പിടിച്ച് നന്നായി. ഒരു തിരയുടെ ഒരു ഫോറിൻ പതിപ്പ്, തിരയില്ല പുള്ളിയുടെ പഴയത്, അതിൻ്റെ ഒരു ഫോറിൻ പതിപ്പ്. ടെക്നീഷ്യന്മാരിൽ അടിപൊളിയായിട്ടുണ്ട്. മറ്റേ ജോമോൻ ടി ജോണിൻ്റെ ക്യാമറ കൂപ്പറിനായിട്ടുണ്ട്. നല്ല പടം കേട്ടോ, ഒരു നല്ലൊരു ത്രില്ലർ പടം. ആക്ഷനൊക്കെ അടിപൊളി, എല്ലാം നന്നായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ ഒരു പയ്യനുണ്ട്, അതിനകത്ത് കിടിലനായിട്ടുണ്ട് കേട്ടോ, നല്ലതായിട്ടുണ്ട്. ഉഗ്രം പടം, നല്ലൊരു വെറൈറ്റി പടം. വളരെ നന്നാണ്. സൂപ്പർ മൂവി, സൂപ്പർ ഡയറക്ഷൻ, മ്യൂസിക്, എവറിത്തിങ്, ലൊക്കേഷൻ, ഓൾ ആർ ഇൻട്രസ്റ്റഡ്. ത്രില്ലർ ഓക്കെ. എല്ലാം നന്നായിട്ടുണ്ട്. ഫോറിൻ ജോർജിയ സൂപ്പർ. ഓക്കെ, നല്ല ആക്ഷൻ ത്രില്ലർ എന്ന് പറഞ്ഞില്ലേ, വിനീത് ശ്രീനിവാസൻ്റെ ഒരു വെറൈറ്റി. വിനീത് ശ്രീനിവാസൻ മാറ്റി പിടിച്ചത് ഏറ്റിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. നല്ല ആക്ഷൻ ത്രില്ലറാണ്. പിന്നെ നമുക്കൊരു ആക്ഷൻ മാസ് ഡയറക്ടറെ കിട്ടിയെന്ന് പറയാം. സൂപ്പറായിട്ടുണ്ട്, എല്ലാം അടിപൊളി പടം. നല്ല കിടിലം ഫൈറ്റിംഗ് ഒക്കെ സൂപ്പർ. ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ഫീൽ ഗുഡിൽ നിന്ന് മാറിയത് കൊണ്ടുള്ള ഒരു അടിപൊളിയാണ്. എല്ലാം പണ്ടത്തെ ഒരു ലവ് സീക്വൻസ് ഒക്കെ മാറി കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈക്ക് കണ്ടിരിക്കാൻ ലൈക്ക് എൻ്റർടൈനിങ് ആണ്. 100% ലൈക്ക് ഒരു മിനിറ്റ് പോലും നമുക്ക് കണ്ണ് സ്ക്രീനിൽ മാറ്റിയിരിക്കാൻ പറ്റില്ല, അത്രമാത്രം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു സംഭവം. ആ ഒരു സ്റ്റോറി ലൈനും അങ്ങനെ തന്നെയാണ്. സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരേക്കും പറയുക വെച്ചാൽ ലൈക്ക് ബിയോണ്ട് ദ വേർഡ്സ് ആണ്. ലൈക്ക് അൾട്ടിമേറ്റ് ആണ് മൂവി, അടിപൊളി മൂവിയാണ്. ലൈക്ക് മസ്റ്റ് വാച്ച്.